ഒരാഴ്ചയിൽ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമമുണ്ട്. അതിൻ്റെ മേലേക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യം വരും, മാനേജർക്ക് മെയിൽ വരും, എന്തുകൊണ്ട് അവർ ഇത്ര വർക്ക് ചെയ്തു എന്നുള്ള ചോദ്യമൊക്കെ. അപ്പോൾ ഇത്ര ടൈമിൽ വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമം ഉള്ളത് കൊണ്ട് പെർ ഡേക്ക് നമുക്കൊരു ഹാഫ് ഡേ ബ്രേക്ക് തരും. ഇപ്പോൾ ഒരു 7 days ക്രൂസ് ആണെങ്കിൽ 2 ദിവസം സി ഡേ ഉണ്ടാവും, പിന്നെ 3-4 അടുപ്പിച്ച് പെർ ഡേ ആയിരിക്കും, പിന്നെ ലാസ്റ്റ് ഒരു സി ഡേ ഉണ്ടാവും, പിന്നെ UK അല്ലെങ്കിൽ ഏതോ സ്ഥലത്ത് ഷിപ്പ് എന്താ അവിടേക്ക് എത്തും. അപ്പോൾ ഗസ്റ്റുകളൊക്കെ പോവും, പിന്നെ അടുത്ത പുതിയ ഗസ്റ്റ് കയറും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പെർ ഡേ കിട്ടി കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ ബ്രേക്ക് എന്തായാലും കിട്ടും. അല്ലെങ്കിൽ 14 ദിവസം 16 ദിവസത്തെ ക്രൂസ് ആണെങ്കിൽ 24 hours ബ്രേക്ക് തരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോവാം, ഫുഡ് കഴിക്കാം. ഷിപ്പിലത്തെ ഫുഡൊക്കെ നല്ല ഫുഡാണ്. ഇനിയിപ്പോൾ പുറത്ത് പോയിട്ട് നമ്മുടെ ടേസ്റ്റിന് ഫുഡ് ഇന്ത്യ റെസ്റ്റോറൻറ്റൊക്കെ തപ്പി പിടിച്ച് കഴിക്കുകയാണെങ്കിൽ കഴിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ, എന്തെങ്കിലും ട്രാവലിങ് ടൂറൊക്കെ പോവാം, അതൊന്നും കുഴപ്പമില്ല. ടൈമിൽ തിരിച്ച് കയറണം. അങ്ങനെയാണ് ജോലിയുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ കോൺട്രാക്റ്റ് പറയുന്നത് ഒരു 9 മാസമാണ് കോൺട്രാക്റ്റ് വരാം. 9 മാസം കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ പിന്നെ ലീവാണ്. പിന്നെ 1 മാസം 2 മാസം 3 മാസമൊക്കെ ലീവ് ഉണ്ടാവും. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു മെയിൽ അയക്കും, നമുക്ക് വീണ്ടും ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പം നമുക്കൊന്നൊരു എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ തിരിച്ച് മെയിലേക്ക് നമുക്കൊന്നൊരു മാസം കൂടുതൽ കിട്ടണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാം. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കേസ് എന്ന് വെച്ചാൽ മാക്സിമം 9 മാസം, 10 മാസം മാക്സിമം, 9 മാസം കോൺട്രാക്റ്റ് ആണ് മാക്സിമം. ഇപ്പം നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോകേണ്ട സമയം ഡേറ്റിൽ ഇപ്പം നമ്മൾ റീപ്ലേസ് ചെയ്യാൻ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഇഷ്യൂ കാരണം വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു 10 മാസത്തോളം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യിക്കും. മാക്സിമം 10 മാസം, അതിൻ്റെ മേലേക്ക് പോകാൻ പാടില്ല. അത് ഷിപ്പിൻ്റെ നെയിമാണ്. അത് കഴിഞ്ഞ് നമ്മൾ കോൺട്രാക്ട് കഴിഞ്ഞ് നമുക്ക് നാട്ടിൽ പോവാം. കഴിഞ്ഞ 2-3 മാസം കഴിഞ്ഞ് ലീവിൽ എന്തെങ്കിലും ചെയ്യാലോ, ലീവാലോ. അത് കഴിഞ്ഞാൽ തിരിച്ച് ഷിപ്പിലേക്ക് അടുത്ത ഷിപ്പ് കിട്ടും. അപ്പോൾ വേറെ ഷിപ്പിലേക്ക് കയറാം. നമ്മളൊരു കമ്പനി സ്റ്റാഫ് അല്ല, നമ്മളൊരു കാർണിവൽ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പല ഷിപ്പിലേക്ക് പോകേണ്ടി വരും. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് വർക്ക് ചെയ്തത് സ്കൈ പ്രിൻസസ് പറഞ്ഞ പ്രിൻസസ് ഗ്രൂപ്പിൻ്റെ ഒരു ഷിപ്പിലാണ്. പിന്നെ വർക്ക് ചെയ്തത് P&Oൻ്റെ വെഞ്ചൂറ എന്ന് പറഞ്ഞ ഷിപ്പിലാണ്. ഇപ്പോൾ ഇത് 3rd ഷിപ്പാണ്, കുണാഡ് ക്യൂൻ എന്ന് പറഞ്ഞ ഷിപ്പിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇതൊരു ചെറിയ ഷിപ്പാണ്, 2 ട്രെയിനർമാരെ ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജോലിയുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോയുടെ മുമ്പിലൊക്കെ ഒന്ന് സംസാരിക്കുന്നതൊക്കെ. സെമിനാറൊക്കെ എടുക്കുന്നുണ്ട്. സെമിനാർ എടുക്കുന്നതൊക്കെ ആൾക്കാരുടെ മുമ്പിൽ ഫേസ് ടു ഫേസ് ആണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു 10, 30, 40 പേരൊക്കെ വന്നിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ബോർഡിൽ ഇങ്ങനെ പടം വരച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കും. അതും പിന്നെ ക്യാമറയുടെ ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന 2 ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഞാൻ റീപ്ലൈ പറ്റുകയാണെങ്കിൽ റീപ്ലൈ തരാം. അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.